ബി.പി. അങ്ങാടി നേർച്ചയ്ക്ക് ആന ഇടഞ്ഞുള്ള രണ്ടാമത്തെ സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു നേർച്ച ദിവസം പെട്ടിവരവിനോടൊപ്പമുണ്ടായിരുന്ന കോഴിക്കോട് തളിക്ഷേത്രത്തിലെ ആന കൂട്ടായിയിൽ വെച്ച് ഒരാളെ കൊലപ്പെടുത്തിയിരുന്നു. ആനയെ അന്നത്തെ തിരൂർ എസ്.ഐ. ഷെഫീഖ് വെടിവെച്ച് കൊല്ലുകയാണുണ്ടായത്. നേർച്ച വരവിൽ നടന്നു പോവുകയായിരുന്ന ആനയെ ഉപദ്രവിച്ച പകയിലാണ് ഇടഞ്ഞത്. ഒരു പള്ളിയിൽ കയറിയ ആന അവിടെ മൂത്രപ്പുരയിലുണ്ടായിരുന്ന ഒരാളെ കുത്തിക്കൊല്ലുകയായിരുന്നു. മതപ്പാടില്ലാത്ത ആന പുഴയോട് ചേർന്ന ചതുപ്പുനിലത്ത് താണു നിന്നു. ആനയ്ക്ക് മതമിളകിയിട്ടില്ലെന്നും ചതുപ്പുനിലത്തിൽ നിന്നും രക്ഷിക്കണമെന്നും പാപ്പാന്മാർ പോലീസിനോട് ആവശ്യപ്പെട്ടെങ്കിലും എസ്.ഐ. വെടിവെച്ച് കൊല്ലുകയായിരുന്നു. പണം ഞങ്ങൾ തരും. അതേസമയം ആനച്ചന്തം കണ്ടുനിന്ന ജനക്കൂട്ടത്തിലേക്ക് ഇരച്ചു കയറിയ ആന യുവാവിനെ തൂക്കിയെടുത്ത് ചുഴറ്റിയെറിഞ്ഞു. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ഏഴൂർ പൊട്ടച്ചോലപ്പടി കൃഷ്ണൻകുട്ടിയെയാണ് ശ്രീകുട്ടൻ എന്ന ആന തുമ്പിക്കൈയിലെടുത്ത് ചുഴറ്റിയിട്ടത്. ആയുസ്സിന്റെ ബലം കൊണ്ട് മരണമുഖത്തു നിന്നും രക്ഷപ്പെട്ടെങ്കിലും ഗുരുതരാവസ്ഥയിൽ കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണത്തിലാണ്. തിരൂർ ബി.പി. അങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് ഭീതി വിതച്ച സംഭവമുണ്ടായത്. ബി.പി. അങ്ങാടി യാഹും തങ്ങൾ ഔലിയാക്കളുടെ നേർച്ചയുടെ സമാപന ദിവസമായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ജാറം മൈതാനിയിൽ നേർച്ച കാണാനെത്തിയിരുന്നത്. ജാതി മത ഭേദമന്യേ ആഘോഷിക്കുന്ന നേർച്ചയാണിത്. പതിവായി നേർച്ച കാണാൻ വരുന്നയാളാണ് കൃഷ്ണൻകുട്ടി. ജാറത്തിൻ്റെ മുൻഭാഗത്ത് 5 ആനകൾ കിഴക്കോട്ട് അഭിമുഖമായി നിന്നിരുന്നു. നടുവിലാണ് ആക്രമം നടത്തിയ ആനയുണ്ടായിരുന്നത്. ആനകളെല്ലാം ശാന്തഭാവത്തിലായിരുന്നു. പോത്തന്നൂരിൽ നിന്നും നേർച്ചയുടെ വരവെത്തിയ സമയമാണിത്. ജനസമുദ്രം ശബ്ദമയ അന്തരീക്ഷത്തിൽ ആനച്ചന്തം ആസ്വദിച്ചു നിൽക്കവേ നടുവിൽ നിന്നിരുന്ന ആന അപ്രതീക്ഷിതമായി 3 മീറ്ററോളം മുന്നോട്ട് കുതിച്ചു വന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് കൃഷ്ണൻകുട്ടിയുടെ വലതുകാൽ തുമ്പിക്കൈ കൊണ്ട് പിടിച്ചെടുത്ത് മസ്തകത്തോളം ഉയർത്തി ആട്ടുകയായിരുന്നു. തുടർന്ന് വലതുഭാഗത്തേക്ക് കൃഷ്ണൻകുട്ടിയെ ഇട്ടു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഭയചകിതരായ ജനക്കൂട്ടം കൂട്ടനിലവിളിയോടെ ചിതറിപ്പാഞ്ഞു. നിരവധി പേർ ഓട്ടത്തിനിടയിൽ വീണു. വീണവരുടെ മീതെ മറ്റുള്ളവർ ചവിട്ടിയോടി. 20ഓളം പേർക്ക് പരിക്കേറ്റു. അബോധാവസ്ഥയിലായ കൃഷ്ണൻകുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആനയെ പ്രകോപിപ്പിച്ചത് എന്താണെന്ന് വ്യക്തമല്ല. സംഭവം നടന്നയുടൻ മറ്റ് ആനകളെ മാറ്റി നിർത്തി. തുമ്പിക്കൈയിൽ വലതുകാൽ പിടിച്ചതോടെ കൃഷ്ണൻകുട്ടി തലകീഴായി ഏതാനും നിമിഷമാണ് മരണത്തെ മുഖാമുഖം കണ്ടത്. നിലത്ത് ഒന്ന് വെച്ചെങ്കിലും ആന കൊമ്പുകൊണ്ട് കുത്തുകയോ മറ്റോ ചെയ്തില്ല. സമയത്ത് ആനപ്പുറത്ത് മറ്റൊരു പാപ്പാൻ നിസ്സഹായതയോടെ ഉണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടിയെ തൂക്കിയെറിഞ്ഞ ശേഷം തികച്ചും ശാന്തപ്രകൃതനായാണ് ആന നിലയുറപ്പിച്ചത്. ഉടൻ തന്നെ പാപ്പാൻ ആനയെ തളയ്ക്കുകയും ലോറിയിൽ കയറ്റി സ്ഥലത്ത് നിന്നും മാറ്റുകയും ചെയ്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.